തഴുകിടുമൊരു വിരലായി നീ അരികെ പനിമതി മലരായി ഇരുവരും ഒരു നിമിഷവും ഒരു നിരവധി സുഖമുരുകുകയോ ഏതോ പാട്ടിൻ നീളം ഒന്നായി കേട്ടു നമ്മൾ ഏതോ ഏതോ മേഘരാഗം ഒന്നായി കണ്ടു നമ്മൾ മിഴിയാൽ പറഞ്ഞ മധുരമാമൊഴിയേ നെഞ്ചിൽ നെഞ്ചിൽ ചേർത്തു നമ്മൾ കുഞ്ഞുസേ, കാശ് നോക്കണ്ട. പ്രശ്നം ഒരുപാട് വഷളാകുന്നതിന് മുമ്പ് ഒതുക്കി തീർക്കാൻ നോക്ക്. പ്രതിപക്ഷത്തിന്റെ കാര്യത്തിൽ സമാധാനമുണ്ട്, കാശിന് മറിക്കാം. ഇതിപ്പോ കൂടെയുള്ളവന്മാര് ചിലരുടെ വായടയ്ക്കാനാ പാട്. ചാണ്ടി സാറ് കോഴ വാങ്ങിയെന്ന് പറഞ്ഞ് രാജി ആവശ്യപ്പെടുന്നവന്മാര് പണ്ട് വലങ്കൈയായിട്ട് കൊടുത്തു വന്നവന്മാര് തന്നെയാ. അത് വിട്, ഒന്നുകൂടെ വളരും. വളരും തോറും വളരും. അതാണോ നമ്മുടെ പാർട്ടിയുടെ രാശി. നീ സമയത്തിന് കാശെത്തിക്ക്, അല്ലെങ്കിൽ അവന്മാര് അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. പിന്നെ പുറകിലൂടെ പോയാൽ മതി. മുന്നിൽ ആ ചെറ്റകളുണ്ട്, മീഡിയാസും. ആരാ തന്നോടല്ലേ ചോദിച്ചത് ആരാന്ന്? വലിയപ്പച്ചന്റെ ഫ്രണ്ട് ആര്യൻ. ആന്നോ? കേറി വാ. താൻ വിട്ടോ. ശരി സാർ. താൻ ആരാന്നാ പറഞ്ഞേ? ആര്യൻ. അപ്പൊ ജിനി എങ്ങനെയാ പരിചയം? അത് ഞാൻ അപ്പുറത്തെ ഫ്ലാറ്റിലാ താമസം. എന്താ ജോലി? ഡോക്ടറാണ്. എവിടെ? മൂൺറൈസ് ഹോസ്പിറ്റൽ, കാർഡിയാക് ഡിപ്പാർട്ട്മെന്റില്. കാർഡിയാക് എന്ന് പറഞ്ഞാൽ ഡോക്ടർ വിക്കയുടെ കൂടെ? ആ അതെ. ഇന്ന് വാ. ഇപ്പൊ സമയം എത്രയായി? 8:30 കഴിഞ്ഞു. എന്തേ ആ വാച്ച് കൃത്യസമയം കാണിക്കില്ലേ? 8:38. കറക്റ്റ്. ഡോക്ടർ ആര്യൻ, ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാ. പക്ഷെ ഇത് 2 പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന വീടല്ലേ. അപ്പൊ ഇവിടെ വരുമ്പോ സമയം കാലമൊക്കെ നോക്കണ്ടേ? സോറി സർ, ഞാൻ ഈ CD കൊടുക്കാനായിട്ട് ജെനി ചോദിച്ചിരുന്നു, അതാ. ഓ, ലവ് ഇൻസ്ട്രുമെന്റൽസ് ഞാൻ കൊടുത്തോളാം. ഓമ്പൊക്കെയോ? ശരി സർ. So that was the twist. ജനിയും ഡോക്ടർ ആര്യനും തമ്മിലുള്ള പ്രണയം മന്ത്രി ചാണ്ടി അറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഒരു സംശയം തോന്നിട്ടുണ്ടാകണം. അതെന്താ? ഈ വിഷയത്തെ സംബന്ധിച്ച് ജനിയുടെ ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേ? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഒരിക്കൽ ജേക്കബ് സാറ് ജെനിയോട് അതിനെപ്പറ്റി ചോദിച്ചു, അത്രേ ഉള്ളൂ. ജേക്കബ് സാറോ? ജേക്കബ് ചാണ്ടി, ചാണ്ടി സാറിന്റെ മകൻ, ജെനിയുടെ പപ്പ. കോഫി ടൈം. ജെന്നി ഫ്ലവർ, അതെ, പപ്പയോടുള്ള ദേഷ്യം ഈ പാവ കെപ്പൂച്ചിനോട് കാണിക്കേണ്ട കാര്യം വല്ലതുണ്ടോ? ദേ, ചൂട് പോകുന്നതിന് മുമ്പ് ഇത് കുടിച്ച് തന്റെ ചൂടൊക്കെ ഒന്ന് മാറ്റി. പപ്പ അങ്ങനെ സോപ്പിടൊന്നും വേണ്ട. വല്യപ്പച്ചൻ ഒരു കാര്യം പറഞ്ഞു, ഞാനതിനെ കുറിച്ചൊന്ന് ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. വലിയപ്പച്ചൻ പറയുന്ന പോലെ ഒന്നുമില്ല. ആര്യൻ ഇസ് ജസ്റ്റ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ആയിരിക്കാം. അല്ലെന്ന് ആരാ പറഞ്ഞേ? മോൾക്ക് വല്യപ്പച്ചന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ. ഒന്ന് സൂക്ഷിക്കണം. മോള് ചെയ്യുന്ന കാര്യങ്ങളും ആൾക്കാരെ ശ്രദ്ധിക്കും. അധികം കറക്കം വേണ്ട, അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല പപ്പ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പപ്പയോട് പറയില്ലേ. ഓക്കെ, കോഫി കുടിക്കേ. പിന്നെ നിന്റെ മമ്മി വിളിച്ചിരുന്നു. നീ എന്താണ് അവളുടെ ഫോൺ എടുക്കാത്തത്? ഞാൻ പറഞ്ഞിട്ടാണ് നീ ഫോൺ എടുക്കാത്തെന്ന് പറഞ്ഞ് എന്നെ കുറെ ചീത്ത വിളിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പം അങ്ങനെ അല്ലാന്ന് പറഞ്ഞാൽ അവള് വിശ്വസിക്കില്ലല്ലോ. മമ്മി എന്നും വിളിക്കാറൊക്കെ ഉണ്ട്, ഞാൻ ഫോൺ എടുക്കാറില്ല. അങ്ങനെ ചെയ്യരുത് മോളെ. നീ സംസാരിക്കണം. ഒന്നുമില്ലേലും നിന്റെ മമ്മിയല്ലേ. പപ്പ നിർത്ത്, നമ്മളിത് കൊറേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാ. ഇപ്പോഴുള്ള ഈ സെന്റിമെന്റ്സ് ഒന്നും ഉപേക്ഷിച്ചു പോയപ്പോ മമ്മിക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. പപ്പ ഇതുവരെ മമ്മിയെ കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ മമ്മി വിളിച്ച പപ്പയെ കുറ്റം പറയാൻ മാത്രമേ നേരമുള്ളൂ. എനിക്കിത് കേൾക്കണ്ട. മോളെ, അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഡിവോഴ്സ് വാങ്ങി പിരിഞ്ഞപ്പോ നീ പപ്പയുടെ കൂടെ നിൽക്കാനല്ലേ തീരുമാനിച്ചത്? അവൾക്കും വിഷമം വന്നിട്ടുണ്ടാവും. പപ്പ പ്ലീസ്,
നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. ഇനി എത്ര പറഞ്ഞാലും മമ്മിയോട് ഒരു ഇഷ്ടം എനിക്ക് തോന്നാൻ പോകുന്നില്ല. നീ ചൂടാവണ്ട, ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. വന്നേ. അപ്പോ ഞാൻ ഇറങ്ങുവാ. കോട്ടയത്ത് എത്തണം. അവിടെ സ്വന്തം പാർട്ടിക്കാര് തന്നെ വല്യപ്പച്ചനെതിരെ വാളെടുത്തിരിക്കുക. ഇനി എപ്പോഴാ പപ്പയുടെ ജെന്നിഫ്ലവർ സ്വന്തം വീട്ടിലോട്ട്? എന്തിനാ? പപ്പയും വല്യപ്പച്ചനൊന്നും വീട്ടിലുണ്ടാവില്ലല്ലോ ഞാൻ വന്നാൽ. നിന്റെ ഡോക്ടർ ആര്യനോട് എന്റെ അന്വേഷണം പറഞ്ഞു. പപ്പ ആ പപ്പ, വലിയപ്പച്ചന് ചെക്കപ്പിന്റെ സമയമായി, ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ഓക്കെ, നീ ഇവിടെ നിന്ന് അധികം കറങ്ങാതെ പെട്ടെന്ന് ഫ്ലാറ്റിലോട്ട് പോകാൻ നോക്ക്. ബൈ ബൈ. ബൈ. Vani, how could you do this? Dr. Aryan, you are late. Sorry, sir. That you will discuss later. Now you have an important task. In the Minister Chandy sir and check-up ഉണ്ട്. But at the same time, I have another surgery, a critical one. വാണിയുടെ ചാർട്ടിങ്ങിനെ പറ്റിയ മിസ്റ്റേക്ക് ആണ്. സർജറി മാറ്റി വയ്ക്കാൻ പറ്റില്ല, മന്ത്രിയുടെ പ്രോഗ്രാം മാറ്റാൻ പറ്റില്ല. So you have to manage him for about say 20 minutes. I will join you after that. Sir, ഞാൻ ഡോക്ടർ വിനോദും മറ്റുള്ളവരെന്നെ അസിസ്റ്റ് ചെയ്യട്ടെ, so that I can come back early. താൻ പേടിക്കണ്ട, മന്ത്രി വന്ന് BP എടുത്ത് ബ്ലഡ് സാമ്പിൾ റിപ്പോർട്ട് വരുമ്പോഴേക്കും ഞാനും എത്തും. യു ഹാവ് ടു മാനേജ് ദാറ്റ് ടൈം, ദാറ്റ്സ് ഓൾ. പിന്നെ മന്ത്ലി എടുക്കാറുള്ള ഇഞ്ചക്ഷൻ ഉണ്ട് ചാണ്ടി സാറിന്, അതെടുക്കും. താരാവിലെ അസിസ്റ്റ് ചെയ്യും. ഓക്കെ. അഴിമതി വീര ചാണ്ടിച്ച, രാജിവെക്കൂ, പുറത്തു പോകൂ. പൊന്നു സാറേ, ചാണ്ടി സാർ ഇന്ന് രാജിവെക്കുന്നു കേട്ടല്ലോ, ഉള്ളതാണോ? വരുന്നുണ്ടല്ലോ, നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക്. അല്ലേ സ്റ്റാഫ് ആണെങ്കിൽ ID വെരിഫൈഡ് അകത്തേക്ക് കയറ്റിവിട്ടാ മതി. ശരി സാർ. ഓക്കെ ഓക്കെ. മിനിസ്റ്റർ കമ്മിങ്. വാ. ചാണ്ടി സാർ, താങ്കൾ ഇന്ന് രാജിവെക്കും. തെരഞ്ഞെടുത്തു വിട്ട ജനങ്ങളോട് താങ്കൾക്ക് ഉത്തരവാദിത്വമില്ല. എന്താണ് മറുപടി പറയാത്തത്? എടാ കൊച്ചനെ, നിന്റെയൊക്കെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്റെ വായിലോട്ട് കുത്തി തിരകണ്ട. ഞാനിത് കുറെ കണ്ടതാ. ഞാനിവിടെ ചെക്കപ്പിന് വന്നതാ. അത് കഴിഞ്ഞ് വിശദമായിട്ട് സംസാരിക്കാം. അങ്ങോട്ട് നിൽക്കുക. നമസ്കാരം സാർ. വെൽക്കം. പത്രക്കാരെല്ലാം കൂടെ കുഴപ്പിച്ചോ? അവറ്റകളിങ്ങനെ ചീവീട് ചലിക്കും പോലെ ചലിച്ചോണ്ടിരിക്കും. പാവങ്ങളാ, വയറ്റിപ്പഴപ്പല്ലേ. അതായത് എന്താണോ രാത്രി സഞ്ചാരമൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെയൊന്നുമില്ല സർ. ഡോക്ടർ VK എവിടെ? ഡോക്ടർ VK സാറിനെ സ്വീകരിക്കാൻ താഴെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പെട്ടെന്നൊരു കോൾ വന്നപ്പോ പോയതാ. നിങ്ങൾ തുടങ്ങിക്കോ, ഞാനിപ്പം VK വിളിച്ചിട്ട് വരാം. വന്നോളൂ സർ. 77. എന്താണോ തടി കൂടിയോ? ഇല്ല സർ, അങ്ങോട്ടിരിക്കാം. ഈ പ്രായത്തിൽ ഇനി തടി കൂടിയാലെന്താ കുറഞ്ഞാലെന്താ അല്ലേ? കിടന്നോളൂ സർ, ബ്ലഡ് സാമ്പിൾ എടുക്കാം. ജസ്റ്റ് എ മിനിറ്റ് സർ. ബ്ലഡ് ഞാൻ എടുത്തോളാം. താര പോയി ഫ്രീസറിൽ നിന്ന് ഇഞ്ചക്ഷനുള്ള മരുന്ന് എടുപ്പിച്ചോളൂ. അനു, ആ ചാടിസാനുള്ള മരുന്നെടുക്ക്, ഇഞ്ചക്ഷൻ ഉള്ളത്. ഓക്കെ ഓക്കെ, വേഗം. ശരി. വേദനിച്ചോ സർ? കുറച്ച്. സൂചിക്കറിയില്ലല്ലോ ഞാൻ മന്ത്രിയാണെന്ന്. വേഗം ലാബിലെത്തിക്കാൻ പറ. 1-2 പ്രൊസീജിയേഴ്സും കൂടിയേ ഉള്ളൂ സർ. പെട്ടെന്ന് തീർക്കാം സാർ. ഈ പട്ടണം അനു, വേഗം വാ. വേഗം നിൽക്കേ, ഭാഗ്യം പൊട്ടിയില്ല. ഓക്കെ, കിടക്കാം സാർ. ഒരു ഇഞ്ചക്ഷനും കൂടി ബാക്കിയുണ്ട്. ഒന്നുകൂടി വേദനിപ്പിക്കാൻ പോവാണ്. അയക്കോ അയക്കോ. ഡോക്ടർ. ഓക്കെ, വേദനിച്ചില്ലല്ലോ സാർ? ഇനി ഒന്ന് BP ചെക്ക് ചെയ്യാം. BP കുറച്ച് കൂടുതലാണല്ലോ സാർ? കൂടും കൂടും.
സകല പാർട്ടിക്കാരും ചാനലുകാരും ഇപ്പൊ എന്റെ മേലല്ലേ യുദ്ധം പിന്നെ എങ്ങനെ കൂടാതിരിക്കും ഇത് മാറ്റിക്കോളൂ ഓക്കെ